ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കുന്ന കേന്ദ്ര പ്രതിനിധി സംഘം യുഎയിലെത്തി. യുഎഇ മന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി അരുൺ പാറാട്ട് തത്സമയം ചേരുന്നു. ലോകരാജ്യങ്ങൾ വിശദീകരിക്കുന്ന കേന്ദ്ര പ്രതിനിധി സംഘം യുഎയിൽ എത്തിയിരിക്കുകയാണ്. ഫെഡറൽ നാഷണൽ കൗൺസിൽ അംഗം അഹമ്മദ് മീർപുരി, യുഎയിലെ ഇന്ത്യൻ അംബാസഡർ സഞ്ജയ് സുധീർ എന്നിവർ ചേർന്നാണ് ഈ ഒരു സംഘത്തെ സ്വീകരിച്ചത്. ശിവസേന MP ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെയാണ് ഈ ഒരു സംഘത്തെ നയിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് സംഘം യുഎയിലെത്തിയ. സംഘത്തിൽ MP മാരായിട്ടുള്ള ET മുഹമ്മദ് ബഷീർ, അതോടൊപ്പം തന്നെ ബാൻസുരി സ്വരാജ്, അതുൽ ഗാർഗ്, സാംബിത് പത്ര, മനുകുമാർ മിശ്ര എന്നിവരും, ഒപ്പം മുൻ പാർലമെന്റ് അംഗം അലുവാലിയ, മുൻ അംബാസിഡർ സുജൻ ചിനോ എന്നിവരുമാണ് ഉള്ളത്. ഈ 8 പേരാണ് ഇപ്പോൾ യുഎയിൽ എത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണ് സംഘം അബുദാബിയിൽ എത്തിയത്. ഇന്നും നാളെയുമാണ് സംഘം യുഎയിൽ ഉണ്ടാവുക. ഇതിൽ പ്രധാന കൂടിക്കാഴ്ചകളെല്ലാം ഇന്നാണ് സംഘം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ UAE സഹിഷ്ണുതാ കാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് നഹ്യാനുമായാണ് സംഘത്തിന്റെ ആദ്യ കൂടിക്കാഴ്ച. ഇത് ഒരു 11 മണിയോടുകൂടി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തുടർന്ന് ഉച്ചയോടുകൂടി പ്രതിരോധ വിദേശകാര്യ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അലി റാഷിദ് അൽ നുഐമിയും, അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം നാഷണൽ മീഡിയ ഓഫീസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ജമാൽ അൽ കബി എന്നിവരുമായും ഈ സംഘം കൂടിക്കാഴ്ച നടത്തും. ഇതാണ് ഈ ഒരു സംഘത്തിന്റെ പ്രധാന പരിപാടികൾ. ഈ 3 പരിപാടികളാണ് സംഘത്തിന്റേതായി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. നാളെ അൻവർ ഗർഗാർ ഡിപ്ലോമാറ്റിക് അക്കാദമി ഡയറക്ടർ ജനറലുമായുള്ള മീറ്റിംഗ് ആണുള്ളത്. ഇത് കഴിഞ്ഞ് ഇന്ത്യൻ പ്രതിനിധികളുമായും ഈ ഒരു സംഘം കൂടിക്കാഴ്ച നടത്തും. അത് കഴിഞ്ഞ് മാധ്യമങ്ങളെ നേരിട്ട് കാണുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും ഇത്തരം കൂടിക്കാഴ്ചകളാണ് പ്രധാനമായി ഒരു സംഘം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലവും നടപടികളും ഈ സംഘം UAE അധികാരികളോട് വിശദീകരിക്കും. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ആക്രമണമല്ല തിരിച്ചടിയാണ് നൽകിയത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘം വിശദീകരിക്കും. എന്തായാലും നാളെയാണ് UAE സന്ദർശനത്തിന് ശേഷം സംഘം മടങ്ങുക. ഇതേ സംഘം പിന്നീട് ലൈബീരിയ, കോങ്കോ, സിയറ ലിയോൺ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളും സന്ദർശിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സംഘത്തിന്റെ സന്ദർശനം അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുക. ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ അല്പസമയത്തിനുള്ളിൽ തുടക്കമാകും. ഓക്കെ, അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.